പാരൻസും അതുപോലെ മുതിർന്നവരൊക്കെ പല രീതിയിൽ കുട്ടികളോട് ദേഷ്യം കാണിക്കാറുണ്ട്. കാരണം കുട്ടികൾ കരയും, വാശി പിടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. പലപ്പോഴും അത് കാണുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെ ദേഷ്യം കാണിക്കുന്ന പല വിധത്തിലാണ്. കുഞ്ഞുങ്ങളെ അടിക്കലാകാം, അത് പല തരത്തിലും അടി, തലക്കും ദേഹത്തൊക്കെ അടിക്കാറുണ്ട്. അല്ലെങ്കിൽ വളരെ കോമൺ ആയി കാണുന്ന ഒരു കാര്യമാണ്, കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുക, ദേഷ്യം പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പിടിച്ചിട്ട് വളരെ ഫോഴ്സ്ഫുള്ളായി ഷെയ്ക്ക് ചെയ്യും. നിങ്ങൾ ദേഷ്യത്തിൽ ഇങ്ങനെ ആ കുട്ടീനെ ശരിക്കും ഷെയ്ക്ക് ചെയ്തിട്ട് ആ കുട്ടിയോട് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കുന്നു പറയാറുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾ കുട്ടികളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒരു ഫിസിക്കൽ അബ്യൂസ് തന്നെയാണ് കേട്ടോ. കാരണം ഇങ്ങനെ കുഞ്ഞുങ്ങളെ അടിക്കുന്നതോ ഈ ഷെയ്ക്ക് ചെയ്യുന്നതൊക്കെ ഫിസിക്കൽ അബ്യൂസ് എന്ന കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നാണ് 5 വയസ്സിന് താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ദേഷ്യം വരുന്ന സമയത്ത് അവരെ ഒന്ന് മിണ്ടാതിരിക്കാൻ അല്ലെങ്കിൽ അവരൊന്ന് അടങ്ങിയിരുത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അവരെ ദേഹം പിടിച്ചിട്ട് വളരെ ഫോഴ്സ്ഫുള്ളായി ഷെയ്ക്ക് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്നതിൽ വലിയൊരു ആരോഗ്യ പ്രശ്നമുണ്ട്. കാരണം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികളുടെ തലക്കകത്ത് ഈ നമ്മുടെ തലച്ചോറ് ഈ തലയോട്ടിക്കകത്ത് ഫ്രീ ആയി മൂവ് ചെയ്യുകയും അതുമൂലം തലച്ചോറിന് ക്ഷതം സംഭവിക്കുകയും ചെയ്യാറുണ്ട്. പല കുട്ടികൾക്കും തലയോട്ടിയുടെ അകത്ത് ബ്ലീഡിങ്, അതുപോലെ കാഴ്ച നഷ്ടപ്പെടുക, കാഴ്ചക്ക് മങ്ങലേൽക്കുക, അതുപോലെ കേൾവിയെ ബാധിക്കുക, ഇങ്ങനെ ഒന്നിൽ കൂടുതൽ തലച്ചോറിനെ ബാധിക്കുന്ന ക്ഷതങ്ങളും പ്രശ്നങ്ങളും സംഭവിക്കാറുണ്ട്. ഇങ്ങനെ ഒരു 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളായി നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത്. എന്തുകൊണ്ട് ഇത് പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങളോട് നിങ്ങൾ പലപ്പോഴും ദേഷ്യം കാണിക്കുന്ന സമയത്ത് അവരുടെ ദേഹം പിടിച്ച് ഷെയ്ക്ക് ചെയ്യുക എന്നുള്ളത് പല പാരൻസും അല്ലെങ്കിൽ പല മുതിർന്നവരും ചെയ്യുന്നത് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പക്ഷേ ഇത്രയും വലിയൊരു ആരോഗ്യ പ്രശ്നം അതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദേഷ്യം മാത്രമല്ല, കുഞ്ഞുങ്ങളെ താലോലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും 1-2 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ എടുത്തു പൊക്കി നിങ്ങളിങ്ങനെ ആട്ടുന്നതും പലപ്പോഴും കാണാറുണ്ട്. അതും ഇതുപോലെ അപകടമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു കുഞ്ഞിനെ അത് ദേഷ്യത്തിൻ്റെ ഭാഗമായാലും കുഞ്ഞിനെ താലോലിക്കുന്നതിൻ്റെ ഭാഗമായാലും വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഷേക്കിങ് എപ്പോഴും വളരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ബ്രെയിൻ ഇഞ്ചുറിയിലോട്ട് നയിക്കാറുണ്ട്.